ഇന്ന് നൈറ്റ് ഞാനും മോനും തനിച്ച് നാട്ടിലേക്ക് പോവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഫുഡ് ഉണ്ടാക്കട്ടെ. തനിച്ചെന്ന് പറയാൻ കാരണം ഫവാസ്ക 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ലൈമോൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് തനിച്ച് പോകുന്നത്. പിന്നെ എത്ര വട്ടം തനിച്ച് പോയി എന്ന് പറഞ്ഞാലും ഫവാസ്ക ഇല്ലാണ്ട് ഇടത്തേക്കെങ്കിലും ഇറങ്ങുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു പടപ്പ്. ആ പടപ്പ് ടിക്കറ്റ് ബുക്കാക്കിയപ്പം തൊട്ട് തുടങ്ങിയതാ. ബസ്സിന്റെ സമയം അടുത്തടുത്ത് വരുന്നതിനനുസരിച്ചിട്ട് നെഞ്ചിലെ പടപ്പും കൂടി വരുന്നുണ്ട്. പണ്ട് തനിച്ച് ചെയ്ത കാര്യങ്ങൾ പോലും ഇപ്പൊ ഫവാസ്ക ഇല്ലാണ്ട് ചെയ്യാൻ പറ്റാണ്ടായി മാറുന്നുണ്ട്. എന്നാൽ ഫവാസ്ക കൂടെ ഉള്ളപ്പാണെങ്കിലോ ഒന്നിനൊന്ന് മെച്ചാന്ന് പറഞ്ഞാല് 2 പുരിഞ്ഞടിയായിരിക്കും. ഫുഡിന്റെ കൂടെ ഒരു ഭാഗത്ത് കായ്പോളക്കും കൂടി വെക്കുന്നുണ്ട്. ഇതിപ്പത്തേക്കല്ലേട്ടാ, രാവിലെ ഫവാസ്കൊക്കെ ചായ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ ഒരു ഭാഗത്ത് ഇഡ്ലിക്കുള്ള മാവും കൂടി അടുപ്പത്താക്കുന്നുണ്ട്. കായ്പോളന്റെ കാര്യം ഫവാസ്കാണ്ട് പറയാണ്ട് ഒരു പാത്രത്തിലാക്കി ഒളിപ്പിച്ച് വെക്കാനാണ് പ്ലാൻ. കാരണം ഇപ്പം പറഞ്ഞാൽ ഇപ്പം തന്നെ തീരും. ഇതാകുമ്പോൾ ഇപ്പോൾ ഒളിപ്പിച്ചിട്ട് രാവിലെ മെസ്സേജ് അയച്ചിട്ടാൽ മതിയല്ലോ. അങ്ങനെ ഇങ്ങനെ രാവിലെ തന്നെ ഓർമ്മിക്കട്ടെ. അങ്ങനെ രാവിലെ ഫവാസ്കൊക്കെ അയക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഫവാസ്കിങ് എത്തി. ഫവാസ്കാണെങ്കിൽ അന്നെ പിരിയുന്നതിനെക്കാട്ടും ലൈവിനെ പിരിയുന്നതാണ് സങ്കടം. രാവിലെ പാക്കിംഗ് ഒക്കെ റെഡി ആയണ്ട് ഫുഡും കഴിച്ചിട്ട് നേരെ ഇറങ്ങിയേ വേണ്ടു. ഇത്തവണ അന്നെക്കാട്ടി സങ്കടം ഫവാസ്കായിരുന്നു. ഇതിപ്പോ എന്താ പെട്ടെന്ന് നാട്ടിൽ പോകുന്നതെന്ന് വെച്ചാല് എന്റെ കൈയിനെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം എന്റെ ആങ്ങളുടെ വെഡിങ് ആണെന്നുള്ളത്. അപ്പൊ പെങ്ങളായി ഞാൻ കുറച്ച് മുന്നെങ്കിലും അവിടെ എത്തണല്ലോ. ഇതന്നെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. സ്റ്റാൻഡിലെത്തി ചോദിക്കും പറയുന്നത് ചെയ്യാണ്ട് ഷവർമയൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് ഫവാസ്ക. ബസ്സൊക്കെ വന്നതിന് ശേഷം നാടകീയ രംഗങ്ങളായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബൈക്കിൽ വരുമ്പോഴൊക്കെ ലൈമ നല്ല ഉത്സാഹത്തോടെയായിരുന്നു. ഓൻക്കറിയില്ലല്ലോ വാപ്പിനെ കൂട്ടാണ്ടാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. വാപ്പി ബസ്സിൽ കയറാത്ത കണ്ടപ്പോ ഓന്റെ മുഖം പാടാൻ തുടങ്ങിയിട്ടുണ്ടേനു. ഉപ്പ എടുത്തു